ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മമ്പ്രം തങ്ങളുടെ ലോകം എന്ന ശീർഷകത്തിൽ നടക്കുന്ന സെമിനാറിൻ്റെ അവസാനത്തെ പ്രസൻറ്റേഷനാണ് നടക്കുന്നത്. മമ്പ്രം തങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കിക്കാണുന്ന വിധത്തിൽ വിവിധങ്ങളായ സംസാരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇങ്ങനെ നോക്കുമ്പോൾ മലബാറിൻ്റെ ഇന്നു നാം കാണുന്ന സാമൂഹിക നിർമ്മിതിയിൽ മമ്പ്രം തങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു വായന അസാധ്യമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ കേരളത്തിൽ പൊതുവിലും മലബാറിൽ പ്രത്യേകിച്ചും മത സാമൂഹിക ഇവിടുത്തെ ബഹുസ്വര സൗഹാർദ്ദ ആത്മീയ അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും മമ്പ്രം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മലബാറിൻ്റെ ചരിത്രം അതിൻ്റെ ഒരു രചന അടയാളപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മമ്പ്രം തങ്ങളുടെ കാലത്തെ മുൻനിർത്തിക്കൊണ്ട് മമ്പ്രം തങ്ങളുടെ മുമ്പും ശേഷവും എന്നുള്ള അർത്ഥത്തിൽ പകുത്ത് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് തങ്ങളുടെ ചരിത്രത്തിലെ ആഴത്തിലുള്ള സ്വാധീനം നമ്മോട് പറയുന്നത്. മലബാറിൻ്റെ മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളെ ഈ ഇടപെടലുകൾ അത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും മമ്പ്രം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെയും കഥകളെയും ഒക്കെ കേവലം മിത്തുകളും ഭാവനാ സൃഷ്ടികളുമായിട്ട് മാത്രമാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. കൃത്യമായ ചരിത്രബോധമില്ലായ്മയുടെ ഒരു ഫലം ആയിട്ട് മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 200 വർഷത്തെ മലബാറിൻ്റെ സാമൂഹിക നിർമ്മിതിയെ വളരെ ആഴത്തിൽ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ മമ്പ്രം തങ്ങളുടെ 186 ഉറൂസിലാണ് സംബന്ധിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ 1844 മമ്പ്രം തങ്ങൾ വിട പറയുമ്പോൾ 1770 മമ്പ്രം തങ്ങൾ മലബാറിൽ എത്തുന്നത്. 1770 1844 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 75 നൂറ്റാണ്ട് കാലത്തെ തങ്ങളുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. 75 വർഷക്കാലത്തെ മലബാറിലെ തങ്ങളുടെ ജീവിതം. 90-95 വയസ്സിലാണ് മമ്പ്രം തങ്ങൾ വിട പറയുന്നത്. ഈ ഒരു 75 വർഷത്തെ ജീവിതം, ആ ഒരു കാലഘട്ടം ശരിക്കും മലബാറിനെ പുതിയ രീതിയിൽ റീഫോം ചെയ്യുകയായിരുന്നു, ഒരു പുനഃക്രമീകരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃത്യമായിട്ട് ഈ 75 വർഷത്തെ മലബാറിലെ തങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അതിനുശേഷമുള്ള ഒരു 200 വർഷം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ചേർന്നു നിൽപ്പിൻ്റെ ബഹുസ്വരതയുടെ നയനിലപാടുകൾ ആരാണ് രൂപീകരിച്ചിരുന്നത്, അതിലേറ്റവും ആഴത്തിൽ വർക്ക് ചെയ്തിരുന്നത് ആരുടെ ഇടപെടലുകളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സയ്യിദ്സ് ഈ ഒരു സമൂഹത്തെ രൂപീകരിച്ചത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് മൊത്തത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ചുരുക്കി അതിൻ്റെ ഒരു ആമുഖമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൻ്റെ രചനയെ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് മിഷണറി സംഘങ്ങളുടെ ആദ്യകാലത്തെ വരവും അതിനെ തുടർന്നുള്ളൊരു കാലഘട്ടവും, 700 മുതലുള്ള ഒരു 10-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു ഘട്ടം, അതിനെ തുടർന്ന് 14-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു ചരിത്രഘട്ടം പ്രധാനമായിട്ടും സൂഫികളുടെ ഒരു സഞ്ചാരഘട്ടമാണ്. അതിനെ തുടർന്ന് 1400 മുതൽ മഖ്ദൂമുമാരുടെ സജീവമായ വരവും മഖ്ദൂമി കുടുംബങ്ങളുടെ മലബാറിൻ്റെ ഉൾദേശങ്ങളിലേക്കുള്ള സഞ്ചാരവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു.
പൊന്നാനിയിൽ നിന്ന് 4-5 തറവാടുകളായിട്ട് മുസ്ലിയാരകത്തും വലിയകത്തും പുതിയകത്തും തുടങ്ങിയ ഫാമിലികളായിട്ട് മലബാറിൻ്റെ ഉൾദേശങ്ങളിലേക്ക് 1500 മുതൽ ഇവരുടെ സഞ്ചാരം ആരംഭിക്കുന്നുണ്ട്. 1700-800 വരെയുള്ള ഘട്ടത്തിലെ മലബാറിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരുടെ ആഴത്തിലുള്ള ഇടപെടലുകളെ ഓരോ ദേശത്തിൻ്റെയും നിർമ്മിതിയിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിലാണ് 1700-കൾക്ക് ശേഷം മലബാറിലെ ഇവിടുത്തെ പൊതുസമൂഹത്തെ, പൊതു ഇടത്തെ ആര് നിർമ്മിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മലബാറിലേക്ക് വരുന്ന സയ്യിദ്സിനെ നമ്മൾ ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മമ്പ്രം തങ്ങന്മാർ അല്ലെങ്കിൽ സയ്യിദ്സ് മലബാറിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മഖ്ദൂമുമാർ ഇവിടെയുണ്ട്. മഖ്ദൂമി കുടുംബങ്ങൾ വ്യാപകമായിട്ട് പല ദേശത്തിൻ്റെയും കാളിമാരായിട്ട് ഇവിടെയുണ്ട്. കോഴിക്കോട് കാളിമാർ ഇവിടെയുണ്ട്. ഇവിടുത്തെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണം വരുന്നു. ഇതിനൊക്കെ സാക്ഷിയായി കൊണ്ടാണ് മമ്പ്രം തങ്ങന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ജാതീയതയുടെ ഉച്ചനീചത്വങ്ങളുടെ ഒരു ക്ലൈമാക്സ് തലം മലബാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മമ്പ്രം തങ്ങന്മാർ ഇവിടെ ജീവിക്കുന്നത്, കടന്നു വരുന്നത്. കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് ഇൻലാൻഡിലേക്ക് മാപ്പിളമാരുടെ സെറ്റിൽമെന്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണത്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നോ മമ്പ്രം തങ്ങന്മാർ ഇവിടെ അഭിമുഖീകരിച്ചിരുന്ന ഒരു സൊസൈറ്റിയെ നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏകദേശം മലബാറിലേക്ക് സയ്യിദ്സിന്റെ ആഗമനം നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1600-കളുടെ അവസാനത്തോടെയാണ്. ഒരുപക്ഷെ അതിൻ്റെ മുമ്പും 1500-കളിൽ തന്നെ ബുഖാരി സയ്യിദ്സിന്റെ ആഗമനം ഉണ്ടാകുന്നുണ്ട്. 1520-കളിൽ വളപട്ടണത്ത് അവർ വരുന്നുണ്ട്. എന്നാൽ ഹളറമി സയ്യിദ്സ് മലബാറിലേക്ക് വലിയ തോതിൽ വരുന്നത് 1600-കളുടെ അവസാനത്തോടെയാണ്. 1600-കളുടെ അവസാനത്തിൽ മാഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാഅലവി, കല്ലാപ്പള്ളി ഷേഖ് എന്ന് പറയുന്ന ബാഅലവി കബീലയിലെ സയ്യിദ്സിനെ കുറിച്ച് സൂചന ലഭിക്കുന്നുണ്ട് 1600-കളുടെ അവസാനത്തിൽ. അതിനെ തുടർന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ 1701-ൽ കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ബിൻ ഹാമിദ് എന്ന വലിയ സയ്യിദ് കോയത്തങ്ങൾ വരുന്നുണ്ട്. 1701-ലാണ് അദ്ദേഹം മലബാറിലേക്ക് വരുന്നത്. ഹളറമി സയ്യിദ്സിന്റെ ആഗമനത്തിന്റെ ഒരു സജീവമായ ഒഴുക്ക് ആരംഭിക്കുന്നത് ഇതുമുതലാണ്. 1701-ൽ സയ്യിദ് മുഹമ്മദ് ബിൻ ഹാമിദ് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം കൊയിലാണ്ടിയിൽ ഇന്നും അദ്ദേഹത്തിന്റെ മഖബറ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തുടർന്ന് ഒരു 3 വർഷം കഴിയുമ്പോഴേക്ക് 1703 ആകുമ്പോഴേക്ക് സയ്യിദ് അബ്ദുറഹ്മാനുൽ ഐദ്റൂസി, ഇന്ന് മലബാറിലെ ഐദ്റൂസി കബീലയുടെ വംശപിതാവായിട്ട് അറിയപ്പെടുന്ന സയ്യിദ് അബ്ദുറഹ്മാനുൽ ഐദ്റൂസി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് വരുന്നു. അദ്ദേഹം കൊയിലാണ്ടിയിൽ പോയിട്ട് സയ്യിദ് ഹാമിദ് സയ്യിദിനെ കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പൊന്നാനിയിൽ പോയിട്ട് അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, വലിയ ജാറത്യങ്ങൾ നമുക്ക് പരിചയമുണ്ട്. 1746-ലാണ് മമ്പ്രം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഷേഖ് ജുഫ്രി കോഴിക്കോട്ട് വരുന്നത്. 1746-ൽ പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കുറഞ്ഞ 10 വർഷത്തിന് ശേഷം 1754 ആകുമ്പോഴേക്ക് സയ്യിദ് ഹസൻ ജിഫിരി അദ്ദേഹം തിരൂരങ്ങാടി വന്ന് താമസിക്കുന്നു, മമ്പുറത്ത് വന്ന് താമസിക്കുന്നു. അതോടുകൂടെയാണ് മമ്പുറം എന്നൊരു ദേശം ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് അറിയപ്പെട്ടു തുടങ്ങുന്നത്. നേരത്തെ തന്നെ തിരൂരങ്ങാടി വളരെ നേരത്തെ മലബാറിലെ ഇസ്ലാമിന്റെ ആഗമന ചരിത്രത്തിലെ വളരെ പഴക്കമുള്ള ചരിത്രമുള്ള ദേശമാണ്. അർത്ഥത്തിൽ നേരത്തെ പലരും അവിടെ വന്നിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ ചരിത്രത്തിൽ പോലും ഈ നാടിന്റെ പരാമർശം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു ദേശത്ത് ഒരു ഹളറമി സയ്യിദിന്റെ ലീഡർഷിപ്പ് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മലബാറിൽ വന്ന് പലയിടത്തും സഞ്ചരിച്ചിരുന്ന ഹസൻ ജിഫ്രി തങ്ങളെ അന്ന് തിരൂരങ്ങാടിയിലെ കാളിയായിരുന്ന കാളി ജമാലുദ്ദീൻ എന്ന മഖ്ദൂമി എന്ന് പറയുന്ന സ്കോളർ പണ്ഡിതൻ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹത്തെ താമസിപ്പിക്കുന്നത്. ഇതോടുകൂടെയാണ് മമ്പുറം സയ്യിദുമാരുടെ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. അതിനും വർഷങ്ങൾക്ക് ശേഷം 1770-ലാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഈ നാട്ടിലേക്ക് വരുന്നത്. 1770-ൽ 17-ാമത്തെ വയസ്സിൽ. അതിന് 2 വർഷം മുമ്പ് 1768-ൽ കേരളത്തിലെ സയ്യിദ് ഫാമിലിയിൽ വളരെ മമ്പുറം തങ്ങൾക്ക് ശേഷം വളരെ ശ്രദ്ധേയരായിട്ട് അറിയപ്പെടുന്ന പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ ആദ്യത്തെ പിതാവായിരുന്ന
സയ്യിദ് അലി ശിഹാബുദ്ദീൻ ഹദ്റമി അദ്ദേഹം വളപട്ടണത്ത് വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് മലബാറിലേക്കുള്ള സയ്യിദ്സിന്റെ ഒരു ആഗമനം, ആ ഒരു കാലഘട്ടം, മലബാറിന്റെ ഉൾദേശങ്ങളിൽ മഖ്ദൂമി സ്കോളേഴ്സ് വളരെ വ്യാപകമായിട്ട് ഖാദിമാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ 1700 തുടക്കത്തോടു കൂടിയിട്ട് സയ്യിദ്സിന്റെ സജീവമായ സാന്നിധ്യം മലബാറിലേക്ക് പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1770 മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ ഈ ഒരു നാട്ടിലേക്ക് വരുന്നു, ഇവിടെ താമസിക്കുന്നു. അവിടെ നിന്നാണ് പുതിയൊരു കാലം, പുതിയൊരു യുഗത്തിന്റെ ആരംഭം നമ്മൾ അടയാളപ്പെടുത്തുന്നത്. കേരളത്തിലെ സയ്യിദ്സിന്റെ സമൂഹ നിർമ്മിതി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഞാൻ ആഴത്തിൽ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഇവിടുത്തെ ഉലമയുടെ, ഇവിടുത്തെ മറ്റു മേഖലയിലുള്ള ആളുകൾ ഈ സമൂഹത്തെ നിർമ്മിച്ചത് ഏതർത്ഥത്തിൽ എന്ന് പല നിലക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സയ്യിദ്സ് ഈ ഒരു മലബാറിനെ എങ്ങനെ സാമൂഹികമായി, രാഷ്ട്രീയപരമായി, ആത്മീയപരമായി ഒരു ബഹുസ്വര പരിസരത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ ആഴത്തിൽ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 1700 മുതൽ മലബാറിനെ അതിൻ്റെ ഓരോ ദിക്കുകളിലും ഓരോ തലങ്ങളിലും നിന്നുകൊണ്ട് സമൂഹത്തെ നിർമ്മിച്ച സയ്യിദ്സിന്റെ 40ഓളം കബീലകൾ മലബാറിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഓരോ കബീലകളും ഈ നാടിനെ നിർമ്മിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെ ചില കബീലകൾ വലിയ അർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്, അവരുടെ ആഴത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ കാരണമായിട്ട്. അവിടെയാണ് മമ്പുറം സയ്യിദ് അലവിത്തങ്ങന്മാരെ നമ്മൾ കാണുന്നത്. വളരെ ചുരുക്കി ഈ സയ്യിദ്സിന്റെ സാമൂഹിക നിർമ്മിതിയെ ചില ഏരിയകളായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഭരണാധികാരികൾ അവരെ എങ്ങനെ സമീപിച്ചു, സ്വീകരിച്ചു എന്നുള്ളതാണ്. സയ്യിദ്സ് മലബാറിലേക്ക് വരുമ്പോൾ മലബാറിലെ നാട്ടുരാജാക്കന്മാര്, ഇവിടുത്തെ ഭരണാധികാരികൾ വലിയ അർത്ഥത്തിൽ അവരെ സ്വീകരിച്ചു. നമുക്കറിയാം സമോറിൻസ്, അന്നത്തെ സാമൂതിരിമാര് സയ്യിദ്സ് വരുമ്പോൾ അവർ വലിയ അർത്ഥത്തിൽ സ്വീകരിച്ചു, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി. കോഴിക്കോട് ഷേഖ് ജഫരി വരുമ്പോൾ, മറ്റു പല ഭാഗങ്ങളിൽ സയ്യിദ്സ് വരുമ്പോൾ അവരെ സ്വീകരിച്ചു. കാരണം ഈ സയ്യിദ്സ് എന്ന് പറയുന്നത്, തങ്ങന്മാര് എന്ന് പറയുന്നത്, അവരൊരു നാട്ടിലേക്ക് വന്നാൽ നാട്ടിൽ സമാധാനമുണ്ടാകും. അപ്പോൾ ഒരു ദേശത്ത് ശാന്തപൂർണമായ അന്തരീക്ഷം ഉണ്ടാകുകയും അത് കാരണം തങ്ങളുടെ ഭരണത്തിന് സൗകര്യപൂർണമായ ഒരു അന്തരീക്ഷം രൂപപ്പെടും. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളായിട്ട് ഇത് വർത്തിക്കും. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണാധികാരികൾ സയ്യിദ്സിന്റെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തു. അവർ വരുമ്പോൾ അവർക്ക് വീട് നൽകി, അവർക്ക് ഭൂമി നൽകി, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അത് ഈ നാടിനെ കുറിച്ചുള്ള ധാരണകൾ പുറം രാജ്യത്ത് നല്ല നിലയിലാവാൻ നിമിത്തമായി. ഇവിടെ സയ്യിദ്സ് വരികയും വളരെ നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പുറം ലോകത്തേക്ക് വാർത്തകൾ പോയി. സ്വാഭാവികമായിട്ടും ഒന്നിനു പിറകെ ഒന്നായിട്ട് വ്യത്യസ്ത കബീലകളിൽപ്പെട്ട തങ്ങന്മാർ ഈ നാട്ടിലേക്ക് ഒഴുകി വന്നു. ഭരണപരമായിട്ട് ഈ സയ്യിദ്സ് നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അംഗീകാരം അവർക്ക് കാരണമായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടുത്തെ സാമൂഹിക നേതൃത്വത്തിലേക്ക് അവർ പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്. ഇവിടുത്തെ അന്നത്തെ നമുക്കറിയാം, പഴയ കാലത്ത് 1700-800 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം, ഇവിടുത്തെ ആരോഗ്യ ആളുകളുടെ വ്യത്യസ്ത രീതിയിലുള്ള രോഗങ്ങൾ, ഇത്തരം ഘട്ടത്തിൽ ഇവിടുത്തെ പല ഭരണാധികാരികളും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് രോഗം പിടിപെടുമ്പോൾ പലരും വിശ്വകന്മാരെ സമീപിച്ച് ചികിത്സിക്കും. അതിനൊന്നും അറുതിയില്ലാതിരിക്കുമ്പോൾ നാട്ടിൽ വന്ന ദിവ്യപുരുഷന്റെ അടുത്തേക്ക് പോകും. അവരുടെ എന്തെങ്കിലും ചെറിയ മന്ത്രത്തിലൂടെ പെട്ടെന്ന് തന്നെ അവർക്ക് സൗഖ്യം ലഭിക്കും. അതിന് സമ്മാനമായിട്ട് ഭരണാധികാരികൾ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടും. അവർ പറയും, ഞങ്ങൾക്കൊരു പള്ളി വേണം, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഏക്കർ കണക്കിന് ഭൂമികൾ നൽകും. ഈ അർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ മലബാറിന്റെ വ്യത്യസ്ത ദേശങ്ങളിൽ, പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റിൽ, അതിന്റെ ഇൻലാൻഡിലേക്ക് വളരെ വ്യാപകമായിട്ട് സയ്യിദ്സിന്റെ ഒരു സെറ്റിൽമെന്റ് രൂപപ്പെട്ടു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവർ പ്രധാനമായിട്ടും ഇവിടെ ഇടപെട്ട് വരുന്നത്. ജാതീയമായിട്ട് മനുഷ്യത്വ പരിഗണന പോലും ലഭിക്കാതെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തെ ഈ സയ്യിദ്സ് ചേർത്തു പിടിച്ചു, തങ്ങന്മാർ ചേർത്തു പിടിച്ചു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇവരുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ചുറ്റും കൂടിയിരിക്കാൻ അവര് നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകി വന്നു. ഒരു മനുഷ്യത്വത്തിന്റെ, തങ്ങളും മനുഷ്യരാണെന്ന പരിഗണന ഈ സയ്യിദ്സിന്റെ ദർബാറിൽ ഇവിടുത്തെ ജാതീയമായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന സമൂഹങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഇതും അവരുടെ ലീഡർഷിപ്പിലേക്ക് പെട്ടെന്ന് വലിയൊരു സാമൂഹിക സ്വീകാര്യത ലഭിക്കുന്നതിന് നിമിത്തമായിട്ടുണ്ട്. മറ്റൊന്ന് തസവുഫാണ്. ആത്മീയപരമായിട്ട് ത്വരീഖത്തുകളുടെ ആത്മീയപരമായിട്ട് തസവുഫിലൂടെ സമൂഹത്തെ സംസ്കരിക്കുന്നതിന് ഇത്തരം സയ്യിദ്സ് അതിന് ലീഡർഷിപ്പ് നൽകി എന്നുള്ളതാണ്. മറ്റൊന്ന് ഉൾനാടുകളിലേക്ക്, നമുക്കറിയാം 1500 കാലഘട്ടങ്ങൾ വരെ, പോർച്ചുഗീസുകാർ വരുന്നത് വരെ
ഈ കോസ്റ്റൽ ബെൽറ്റിലാണ് മുസ്ലിം സെറ്റിൽമെന്റ് ധാരാളമായിട്ടുണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഇന്റർലാൻഡിലേക്ക് മാപ്പിള സെറ്റിൽമെന്റ് വ്യാപിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വലിയൊരു ഗൈഡൻസ് ആയിട്ട് ഉൾനാടുകളിൽ വർത്തിക്കുന്നത് ഇത്തരം സയ്യിദുമാരാണ്, തങ്ങന്മാരാണ്. ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള സൗഹൃദം രൂപപ്പെട്ടു വരുന്നതിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തങ്ങന്മാർ ഇടപെട്ടിരുന്നത്. അതിലൊക്കെ ഒപ്പുറം രാഷ്ട്രീയപരമായിട്ട് ഈ നാടിൻ്റെ നിർമ്മിതി വലിയൊരു ഏരിയയാണ്. സയ്യിദ്സ് ഓരോ ദേശത്തും അതിൻ്റെ ലീഡർഷിപ്പ് നൽകി എന്നുള്ളതാണ് മറ്റൊന്ന് വൈജ്ഞാനികമായിട്ട് ഈ നാടിനെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സയ്യിദ് ഫാമിലിയിലെ ധാരാളം പേരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ 10 ഏരിയകളായി തിരിച്ച് സയ്യിദ്സ് ഈ നാടിനെ ഏതർത്ഥത്തിൽ രൂപപ്പെടുത്തിയെന്നോ നിർമ്മിച്ചെടുത്തു എന്നോ നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് നമ്മൾ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ 1770 ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം 1844 അദ്ദേഹം വിട പറയുന്നത് വരെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹിക ക്രമം, അദ്ദേഹം അഭിമുഖീകരിച്ച ഒരു സാമൂഹിക ക്രമം, അതിൽ നിന്ന് പുതിയ കഴിഞ്ഞ ഒരു 200 വർഷക്കാലഘട്ടത്തെ നിർമ്മിക്കുന്നതിൽ തങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് ഇടപെട്ടിരുന്നത് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. വളരെ ആഴത്തിൽ അന്വേഷണ വിധേയമാക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണിത്. കാരണം മത, സാമൂഹിക, രാഷ്ട്രീയ, സഹവർത്തിത്വ മേഖലകളിലെല്ലാം മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ഒരു സ്വാധീനം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ ചവിട്ടുപടിയിലും മമ്പുറം തങ്ങളുടെ ഒരു നയവും നിലപാടും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നും ഈ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ, അതിലൊക്കെ അപ്പുറം ഇവിടുത്തെ കേരളത്തിൻ്റെ മലബാറിലെ പൊതുസമൂഹത്തിൻ്റെ ഈ ഒരു ചേർന്ന് നിൽപ്പിൻ്റെ, അതിലവർ സ്വീകരിക്കുന്ന നയനിലപാടുകളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ അണുവിലും മമ്പുറം തങ്ങളുടെ ഒരു സ്വാധീനം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജാതി മതഭേദമന്യേ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മമ്പുറം തങ്ങൾ ഇത് നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ എല്ലാ കാലഘട്ടത്തിലും മമ്പുറം തങ്ങന്മാരെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നും മാപ്പിളമാരുടെ നാവിൽ നിന്ന് സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, മാപ്പിളമാരെ മാത്രമല്ല പൊതുവെ മലബാറിലെ പൊതുജനങ്ങളുടെ നാവിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മമ്പുറത്തെ തങ്ങളെ കാക്കടേ എന്നുള്ളൊരു വിളി എത്രമാത്രം മലബാറിൻ്റെ ഹൃദയത്തിൽ, കേരളത്തിൻ്റെ ഹൃദയത്തിൽ മമ്പുറം തങ്ങൾ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്നുള്ളൊരു വിളി അത് മലബാറിലെ മാപ്പിളമാർക്കിടയിൽ വളരെ ആഴത്തിൽ വേര് പിടിച്ചൊരനുഭവമാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ബദരീങ്ങളെ കാക്കണേ എന്നുള്ളൊരു വിളി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് മലബാറിലുണ്ട് വ്യാപകമായിട്ട്. മറ്റൊന്ന് മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്നുള്ളൊരു വിളിയുണ്ട്. അത് കഴിഞ്ഞാൽ മലബാറിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന മറ്റൊരു വിളിയാളും ഈ മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്നുള്ള വിളിയാണ്.
മലബാറിൽ മമ്പ്രം തങ്ങന്മാർക്ക് ഇത്രമാത്രം വലിയൊരു സ്വാധീനം എങ്ങനെ സാധ്യമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ വിഷയമാണ്. നേരത്തെ അനീസ് സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്പ്രം തങ്ങളുടെ ശേഷിപ്പുകൾ തേടി മലബാറിലൂടെയുള്ള ഒരു യാത്രയിലായിരുന്നു. അതിനു മുമ്പ് മമ്പ്രം തങ്ങന്മാരെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളും പഠനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഒരുപക്ഷെ വ്യത്യസ്ത രേഖകളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളെ വായിക്കുന്ന, മുമ്പ് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് കൊളോണിയൽ റെക്കോർഡ്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ വായിക്കുന്ന ഒരുപാട് പഠനങ്ങളും രചനകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന മമ്പ്രം തങ്ങൾ ഒരു പ്രത്യേക ചിത്രത്തിലാണ്. പക്ഷെ മലബാറിന്റെ ഉൾദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഏറനാടിന്റെ, വള്ളുവനാടിന്റെ, പൊന്നാനിയുടെ, കോഴിക്കോട് താലൂക്കിന്റെയൊക്കെ ഉൾദേശങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെന്ന് മമ്പ്രം തങ്ങളെ ഇന്ന് 200 വർഷത്തിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മമ്പ്രം തങ്ങൾ നമ്മൾ നേരത്തെ ധരിച്ചു വച്ചിരുന്നതിൽ നിന്ന് വളരെ അപ്പുറത്താണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയിൽ എത്രമാത്രം ഈ ഒരു സാന്നിധ്യം ആഴ്ന്നിറങ്ങിയിരുന്നുവെന്ന് ഈ ഒരു യാത്രയിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. പല വീടുകളിലേക്കും നമ്മൾ പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ധാരാളം ശേഷിപ്പുകൾ, മമ്പ്രം തങ്ങളുടെ ശേഷിപ്പുകൾ മലബാറിലെ അനവധി വീടുകളിൽ ഇപ്പോഴും വളരെ ആദരവോടുകൂടി സംരക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. കേവലം മെറ്റീരിയൽസ് മാത്രമല്ല, പല ഓർമ്മകൾ, പല കഥകൾ, പല ചരിത്രങ്ങൾ. ഇത് മുസ്ലിം തറവാടുകളിൽ മാത്രമല്ല, ഹിന്ദു തറവാടുകളിൽ പോലും അവർ വളരെ ആദരവോടെ മമ്പ്രം തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. മമ്പ്രം തങ്ങൾ ഈ സമൂഹത്തിന്റെ മൊത്തമാണ് എന്ന് മലബാറിലെ ഓരോ ഗാർഹിക അന്തരീക്ഷവും നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല വസ്തുക്കളിലായിട്ട് അവര് ആദരവോടുകൂടി തബറുക്കെടുത്തുകൊണ്ട് തങ്ങളുടെ ശേഷിപ്പുകൾ അവര് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തങ്ങളിരുന്ന പടി, തങ്ങളിരുന്ന കട്ടിലുകൾ, അത് പൊട്ടിപ്പൊളിഞ്ഞ് നുരുമ്പിയിട്ടും ആ പലകകൾ അട്ടിക്ക് വെച്ച് സൂക്ഷിച്ചു വെക്കുന്ന തറവാടുകൾ മലബാറിലുണ്ട്. തങ്ങളിരുന്ന പഴയ റൂമിന്റെ, പഴയ വീടിന്റെ റൂം, അത് വളരെ ആദരവോടെ കാലങ്ങളോളം അവർ സംരക്ഷിച്ചു വെച്ചിരുന്നു. അതിലേക്ക് കയറാൻ പേടിയോടുകൂടിയിട്ട് ഒരു ആദരവോടുകൂടി അവർ സംരക്ഷിച്ചു വെച്ചത്. പല തറവാടുകളും അത് പൊളിക്കാതെ അവർ തങ്ങളുടെ ഒരു അനുഗ്രഹമായിട്ട് അവർ ഇന്നും സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. തങ്ങൾ നൽകിയ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടും ആ നുരുമ്പിയ അതിൻ്റെ നൂലുകൾ പെട്ടിയിലാക്കിയിട്ട് അവർ ആദരവോടെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അനവധി, തങ്ങൾ നടന്നുപോയ സ്ഥലം, തങ്ങളുടെ കാൽപ്പാടുകൾ കൊത്തിവെച്ചിട്ട് മലബാറിന്റെ അനവധി ദേശങ്ങളിൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രമാത്രം മലബാറിന്റെ ഹൃദയത്തിൽ തങ്ങൾ ഇന്ന് നമ്മളതിൻ്റെ ഒരു പൊതുചരിത്രത്തിൽ നിന്ന് തങ്ങളുടെ സ്വാധീനം അറിയെങ്കിൽ കൂടി, പക്ഷേ ഇത്തരം ശേഷിപ്പുകളിലൂടെ തങ്ങൾ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. മലബാറിൽ ഒരുപാട് ദേശത്ത് തങ്ങളുടെ കാൽപ്പാടുകൾ ഇപ്പോഴുമുണ്ട്. വളരെ ആദരവോടെ അതിന് വീട് കെട്ടി അവിടെ വിളക്ക് കത്തിച്ചിട്ട് വലിയ ആദരവോടെ സംരക്ഷിച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെ ഓരോ തറവാട്ടിലേക്കും നമ്മൾ കടന്നുപോയി സംസാരിക്കുമ്പോൾ ഒരു 10 വർഷം മുമ്പ് മരിച്ച ഒരു സാത്വികനെ സമൂഹം എങ്ങനെ ഓർക്കുന്നുണ്ടോ, അതിലും അപ്പുറത്തേക്ക് വലിയ ഓർമ്മകളുമായിട്ടാണ് മമ്പ്രം തങ്ങളെ ഓരോ തറവാടും ഓരോ വീടും ഓർക്കുന്നത്. അവിടുത്തെ ഉമ്മയും ഉപ്പയും പഴയ പ്രായം ചെന്ന അമ്മൂമ്മയും ഒക്കെ വലിയ ആദരവോടെ ഈ സംഭവത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ മമ്പ്രം തങ്ങൾ ഇപ്പോഴും മലബാറിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. പ്രത്യക്ഷമായിട്ട് മമ്പ്രം തങ്ങൾ ഇപ്പോഴും ഈ രേഖകളിലൂടെ, ശേഷിപ്പുകളിലൂടെ മമ്പ്രം തങ്ങൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മുഹറം മാസം വരുമ്പോൾ മലബാറിൽ വ്യാപകമായിട്ട്, മമ്പ്രത്ത് മാത്രമല്ല, നമ്മൾ സഞ്ചരിച്ച പല തറവാടുകളിലും മൗലിദുകളാണ്, അന്നദാനങ്ങളാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും അതിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. മമ്പ്രം തങ്ങളുടെ ഒരു നിത്യ സാന്നിധ്യം ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ ഒരു പരിസരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ചില വസ്തുതകളുണ്ട്. അത് മാത്രമാണ് ഈ ഒരു സംസാരത്തിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. മമ്പ്രം തങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ നിർമ്മിച്ചത് എന്ന്. മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ വരുന്ന ഒരു പരിസരത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ
തങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു 17 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ട് വന്ന് ഈ മമ്പുറത്ത് സെറ്റിലായതിന് ശേഷം മമ്പുറം തങ്ങളുടെ മലബാറിന്റെ ഹൃദയത്തിലൂടെ നടത്തുന്നൊരു യാത്രയുണ്ട്. ഓരോ ദേശങ്ങളിലേക്കും കടന്നു പോകുന്നുണ്ട്. അതിനെ തുടർന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനമായിട്ടും ഒരു ആദ്യഘട്ടം ഇത്തരത്തിലുള്ള ഒരു സഞ്ചാരത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഓരോ ദേശങ്ങളിലും പോകുന്നു, അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ തങ്ങൾ പരിചയപ്പെടുന്നു, അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. മമ്പുറം തങ്ങൾ സ്ഥാപിച്ച പള്ളികളെ മുൻനിർത്തി അല്ലെങ്കിൽ മലബാറിലുള്ള തറവാടുകളെ മുൻനിർത്തി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്നും തങ്ങൾ തറക്കല്ലിട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരാളം തറവാടുകൾ, ഹിന്ദുക്കളുടേത്, മുസ്ലിങ്ങളുടേത്, ഇത് വെച്ച് അന്വേഷിച്ചു പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ മലബാറിൽ തൻ്റെ ഒരു സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടി തങ്ങൾ സ്വീകരിച്ച ഒരു രീതി, ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ആ ദേശത്തെ ഉമറാക്കളെ ആദ്യമായിട്ട് തങ്ങൾ ചേർത്തു പിടിച്ചു എന്നുള്ളതാണ്. ആ ദേശത്തെ ഉമറാക്കളെ തങ്ങൾ ആദ്യമായിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ച് അവരെ ചേർത്ത് പിടിക്കുകയാണ്. ഓരോ ദേശത്തെയും ജന്മികളെ, ഓരോ ദേശത്തെയും നമുക്കറിയാം 1700 കാലം, അതിൻ്റെ അവസാനം 800 കാലഘട്ടത്തിലൊക്കെ പ്രധാനമായിട്ടും പൊതു ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നത് വ്യാപകമായ ഹിന്ദു ജന്മികളുടെ ഒരു സാന്നിധ്യമാണ്. എന്നാൽ തങ്ങളെ മുൻനിർത്തി മലബാറിന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ധാരാളം മുസ്ലിം ജന്മികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഈ പൊന്നാനിയുടെ, ഏറനാടിന്റെ, വള്ളുവനാടിന്റെ, കോഴിക്കോട് താലൂക്കിന്റെ ഉൾദേശങ്ങൾ ധാരാളം മുസ്ലിം ജന്മികൾ, ധാരാളം ലാൻഡുള്ള, അധികാരമുള്ള, പവറുള്ള മുസ്ലിം ജന്മികളുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. മമ്പുറം തങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് ഈ ജന്മികളുടെ അടുത്തേക്കാണ്. അവർ പല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കാം. അവരെ തങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ട്, അവർക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വെളിച്ചം നൽകുന്നുണ്ട്. അവരതിലൂടെ തങ്ങളുടെ സ്വന്തക്കാരായിട്ട് മാറുന്നു. ഇതോടുകൂടി ഒരു ജന്മി തങ്ങളുടെ സ്വന്തക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കുടിയാന്മാര് മൊത്തം, ഒരു ദേശം മൊത്തം തങ്ങളുടെ വരുതിയിൽ വരികയാണ്. ഇങ്ങനെ നാടുനീളം സഞ്ചരിച്ച് ജന്മികളെ, ഉമറാക്കളെ ചേർത്ത് പിടിച്ചപ്പോൾ മലബാറിന്റെ ഉൾദേശങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു ആക്സസ് ഉണ്ടാവാൻ തങ്ങൾക്ക് സാധിച്ചു. ധാരാളം അനുഭവങ്ങൾ, ധാരാളം ചരിത്ര സംഭവങ്ങൾ ഈ ഒരു മേഖലയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അനവധി തറവാടുകൾ കൊടിഞ്ഞിയിലും തിരൂരിലെ അയ്യായ ദേശത്തും തലക്കെടുത്തൂരിലും പെരിഞ്ചേരിയിലും പൊന്മുണ്ടത്തും ചാക്കീരിയിലും ഒക്കെ അനവധി ചരിത്രങ്ങൾ, അനവധി സംഭവങ്ങൾ. അതിൽ ചിലത് മാത്രം പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധേയമായ കൽപ്പകഞ്ചേരി മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട്. കൽപ്പകഞ്ചേരി മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ ചരിത്രത്തിൽ മലബാറിന്റെ 1500-600 വർഷത്തിന് ഇങ്ങോട്ട് മലബാറിന്റെ ഈ ഉൾദേശങ്ങളുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായൊരു സാന്നിധ്യമാണ്. തിരൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വെട്ടത്തു ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അവരിൽ, ആ ഒരു താവഴിയിൽ, ആ ഒരു പരമ്പരയിൽ വരുന്നവരാണ് ശരിക്കും മൂപ്പന്മാർ. അവരിൽ കൃഷ്ണമേനോനുണ്ട്, ഗോവിന്ദമേനോനുണ്ട്. ഈ കൃഷ്ണമേനോൻ അന്നത്തെ വെട്ടത്തു ഭരണാധികാരിയുടെ പ്രധാനമന്ത്രിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ആ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് മുസ്ലിം ആകുന്നുണ്ട്. ഗോവിന്ദമേനോൻ മൊയ്തീനായിട്ടും, കൃഷ്ണമേനോൻ മൊയ്തീനായിട്ടും, ഗോവിന്ദമേനോൻ മുഹമ്മദായിട്ടും മുസ്ലിമായിട്ട് വരുന്നുണ്ട്. 1700 കാലഘട്ടങ്ങളിലാവണം. അന്ന് വെട്ടത്തു ഭരണാധികാരി ഔദ്യോഗികമായിട്ട് പൊന്നാനിയിൽ നിന്ന് മഖ്ദൂമിനെ കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ വെച്ച് ഔദ്യോഗികമായിട്ട് മുസ്ലിം ആവുകയാണ് കൃഷ്ണമേനോൻ. ഒരു മുസ്ലിം ആകുമ്പോഴും ഇവിടുത്തെ ചേർത്ത് പിടിക്കലിന്റെയും ഈ സമൂഹ നിർമ്മിതിയിലും അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഭരണാധികാരി മനസ്സിലാക്കുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പൊന്നാനിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രി മുസ്ലിമായ ഒരു ചരിത്രം ഈ വെട്ടത്തു ഭരണാധികാരികളുടെ ചരിത്രത്തിൽ, മൂപ്പന്മാരുടെ ചരിത്രത്തിൽ കാണുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വെട്ടത്തു ഭരണാധികാരി നൽകിയ ഒരു അംഗീകാരം നാമമായിട്ടാണ് മൂപ്പൻ എന്നുള്ള വിളിയാളം. അതിനുശേഷം ഈ മൂപ്പന്മാരുടെ ചരിത്രം മലബാറിൽ വളരെ ആഴത്തിലുള്ള ഒരു ഹിസ്റ്ററി അതിനുണ്ട്. മൈസൂർ സുൽത്താൻമാർ വരുന്ന കാലഘട്ടത്തിൽ അവരെ ഉന്നത സ്ഥാനങ്ങൾ നിർത്തുന്നുണ്ട്. പിന്നീട് സുൽത്താൻമാരുമായിട്ടുള്ള ചില ഇഷ്യൂസിനെ തുടർന്ന് അവർ തിരുവിതാംകൂറിലേക്ക് അവർ നാടുവിട്ടു പോകുന്നുണ്ട്. മൈസൂർ ഭരണം അവസാനിക്കുന്നതോടുകൂടി മലബാറിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മമ്പുറം തങ്ങൾ ഇവിടെ നിന്ന് തന്റെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് കൽപ്പകഞ്ചേരി മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുടെ വീട്ടിലെത്തുന്നത്. നമുക്കറിയാം അതിന്റെ ചരിത്രം. വ്യത്യസ്ത മമ്പുറം തങ്ങളെ കുറിച്ച് ഒരു വിരചിതമായ കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ പോലും ഈ കഥ പറയുന്നുണ്ട്. അന്ന് ആലി മൂപ്പനും മൊയ്തീൻ മൂപ്പനുമാണ് അവിടെ ഉണ്ടായിരുന്നത് മണ്ടായപ്പുറത്ത്.
അവിടുത്തെ തങ്ങളുടെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ വീട്ടിലെത്തുമ്പോൾ മണ്ടായപ്പുറത്ത് തെക്കേതിൽ തറവാട്ടിൽ അദ്ദേഹം ചൂതുകളിലോ മറ്റോ ആണ്. മമ്പ്രതങ്ങൾ അവിടെ പോയിരുന്നു. ഉച്ചയായപ്പോൾ നിസ്കരിക്കാൻ പോയി. വീണ്ടും വന്നപ്പോൾ ഇവർ കളി തുടരുകയാണ്. അസ്റായപ്പോൾ മമ്പ്രതങ്ങൾ നിസ്കരിച്ചു വന്നോ ഇവർ വീണ്ടും കളിയിലാണ്. മമ്പ്രതങ്ങൾ അവരെ വിളിച്ചിട്ട് അവരെ ഗുണദോഷിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാരാണ്. ഈ ഒരു ബന്ധത്തിലൂടെ അവരോരോ ഈ ഒരു നാടിന്റെ നിർമ്മിതിയിലേക്ക്, ആ ഒരു പന്ഥാവിലേക്ക് കടന്നു വരുന്നു. മമ്പ്രതങ്ങളും മണ്ടായപ്പുറത്തും മൂപ്പന്മാരും വലിയ അടുപ്പത്തിലാകുന്നു, സൗഹൃദത്തിലാകുന്നു. ഈ ഏറനാടിന്റെ അല്ലെങ്കിൽ വള്ളുവനാടിന്റെ പൊന്നാനി താലൂക്കിന്റെ ഈ തിരൂര് മുതൽ ചേറ്റുവ വരെയുള്ള വലിയൊരു ദേശത്തിന്റെ മൊത്തം ആധിപത്യം, സ്വാധീനം അവർക്കുണ്ട്. മമ്പ്രതങ്ങളും മണ്ടായപ്പുറത്തും മൂപ്പന്മാരും വലിയ ബന്ധത്തിലാകുന്നതോട് കൂടിയിട്ട് ഈ ദേശം മൊത്തം മമ്പ്രതങ്ങളുടെ ഒരു സ്വാധീന ഒരു വലയം വ്യാപിക്കുകയാണ്. എവിടെ പള്ളി നിർമ്മിക്കാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ്. പലയിടത്ത് പോകുമ്പോഴും ഈ കുടുംബത്തിലുള്ളവരാണ് അവിടെ ഉണ്ടാകുന്നത്. പൊന്മുണ്ടത്തേക്ക് പോകുമ്പോൾ മമ്പ്രതങ്ങൾ പിന്നീട് പൊന്മുണ്ടത്തേക്ക് പോകുന്നുണ്ട്. പൊന്മുണ്ടത്തേക്ക് എത്തുമ്പോഴും അവിടെ കാണുന്നത് മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവരെയാണ്. സ്വാഭാവികമായിട്ടും തങ്ങളെ ചേർത്ത് പിടിച്ചു. തങ്ങളുടെ ഈ ഒരു നിലപാട്, ഈ ഒരു സമീപന രീതി ഓരോ നാട്ടിലെയും സ്വാധീനമുള്ള ഇവിടുത്തെ ജനനായകന്മാരെ, ഇവിടുത്തെ ഉമറാക്കളെ, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ അന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരു രീതിശാസ്ത്രം വലിയ അർത്ഥത്തിൽ ഇവിടെ വർക്ക് ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുമായിട്ട് പിന്നീട് അഭേദ്യമായ ബന്ധമുണ്ടാകുന്നുണ്ട്. പിന്നീട് മമ്പ്രതങ്ങൾക്ക് ശേഷം സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം കനോലി വധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാര് പലരെയും അതിൻ്റെ ആളുകളെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ യോഗം ചേർന്നത് മണ്ടായപ്പുറത്ത് ഫാമിലിയിലാണ് എന്ന് വരെ ബ്രിട്ടീഷുകാരെ കണ്ടെത്തുകയും അതിൽ നിന്ന് ചില ആളുകളെ പിടികൂടി ഇവിടുന്ന് എക്സൈൽ ചെയ്യുന്ന, ഇവിടുന്ന് പുറത്താക്കുന്ന, നാടുകടത്തുന്ന സംഭവം പോലും ഉണ്ടാകുന്നു. മമ്പ്രതങ്ങന്മാരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ പിന്നാലെ നടക്കുന്ന, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു വിഭാഗമായിട്ട് ഈ ചരിത്രത്തിൽ ഇവരിൽ പലരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇങ്ങനെ ഓരോ ദേശത്തും ഞാൻ പറഞ്ഞു, പൊന്മുണ്ടം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതേ ഫാമിലിയിൽപ്പെട്ട ആളെയാണ് തങ്ങൾ സമീപിക്കുന്നത്. തങ്ങളവിടെ പോയിട്ട് അവിടെ തറവാട്ട് വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടുത്തെ അന്നത്തെ ഉമ്മ അവരുടെ വിശാലമായ സ്ഥലം പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടിഞ്ഞി ഒരു വിഷയമായിട്ട് എടുക്കുമ്പോൾ കൊടിഞ്ഞി വളരെ തിരൂരങ്ങാടിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. മമ്പ്രതങ്ങളുടെ ആ ജീവിത കാലഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് ആളുകൾ തങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. തിരൂരങ്ങാടി പള്ളിയിലേക്കാണ് അവർ നിസ്കരിക്കാനായിട്ട് വന്നിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഒരു പള്ളിയുടെ ആവശ്യകത ബോധ്യപ്പെടുന്നു. പക്ഷേ വളരെ ദരിദ്രരായിട്ടുള്ള ജനങ്ങളാണ് കൊടിഞ്ഞിയിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അവിടെ നോക്കുമ്പോൾ വലിയ ജന്മികളൊന്നും അവിടെ ഇല്ല. ഈ ഒരു ഘട്ടത്തിൽ ചിറമംഗലത്തെ ഒരു ജന്മി കുടുംബത്തെ തങ്ങൾ കൊണ്ടുപോയിട്ട് കൊടിഞ്ഞിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. ചിറമംഗലത്ത് പോയിട്ട് അവിടുത്തെ ഒരു ജന്മിയെ കൊണ്ടുവന്ന് അദ്ദേഹം കൊടിഞ്ഞിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന് വലിയൊരു വീട് നിർമ്മിക്കുന്നു. ആദ്യം ജന്മിക്ക് അദ്ദേഹത്തിന് അവിടെ സ്ഥലമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ കൊടിഞ്ഞിയിൽ പോയാൽ പള്ളിയുടെ വെളിപ്പാടകലെ 200 വർഷത്തിന്റെ പഴക്കമുള്ള ഒരു വീട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉൾഭാഗത്ത് ഇപ്പോഴും ആ ഒരു ചരിത്രത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ശേഷിപ്പുകൾ, നെല്ലറകളും മറ്റുമായിട്ട് ഒരു പഴയ ആ ഒരു ജന്മി വീടിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചിറമംഗലത്ത് നിന്നൊരു ജന്മിയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചുകൊണ്ടാണ് മമ്പ്രതങ്ങൾ പിന്നീട് ആ വീട്ടിലിരുന്നു കൊണ്ടാണ് കൊടിഞ്ഞിപ്പള്ളി ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർക്കണം, ഓരോ നാടിനും ആ നാടിനെ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് എന്ന് തങ്ങൾ ചിന്തിച്ചു. പെരിന്തൽമണ്ണക്കും അപ്പുറത്ത് താഴക്കോട് മമ്പ്രതങ്ങളുടെ ശേഷിപ്പുകൾ നിലനിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. ഈ അടുത്തത് പുനർനിർമ്മിച്ചു. താഴക്കോട് പോകുമ്പോൾ തങ്ങൾ അവിടെ സമീപിക്കുന്നത് നാലകത്ത് കുടുംബത്തിലെ നാലകത്ത് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ആ ഭാഗത്തെ വലിയൊരു ജന്മിയെയാണ്. ഇന്നും പോയാൽ ആ ദേശത്തിന്റെ വലിയൊരു ലാൻഡ്, വ്യാപകമായിട്ടുള്ള ലാൻഡ് അവർക്ക് കീഴിലായിരുന്നു. അവിടെ പോയിട്ട് നാലകത്ത് കുഞ്ഞുണ്ണിയുമായിട്ട് തങ്ങൾ വളരെ വലിയ സൗഹൃദത്തിലാകുന്നുണ്ട്. ഇടക്കിടക്ക് അവിടെ സന്ദർശിക്കാൻ ചെല്ലുന്നുണ്ട്. അതോടുകൂടി അവിടെ ഒരു പള്ളി വരുന്നു. ആ ഭാഗത്തുള്ള വലിയൊരു ജനസമൂഹം തങ്ങളുടെ ആ ഒരു സ്വാധീന വലയത്തിൽ വരുന്നു. മലബാറിന്റെ ഓരോ ദേശങ്ങളിലും ഇത്തരത്തിലുള്ള അനവധി അനുഭവങ്ങളെ, ചരിത്ര സംഭവങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല.
അതിലൊക്കെ അപ്പുറം നമ്മുടെ ഈ ഒരു നാട്, മമ്പുറത്തിന്റെ ഈ തിരൂരങ്ങാടിയുടെ പരിസരങ്ങൾ, ചെമ്മാട് മുതൽ ഈ ഒരു ദേശത്ത് മമ്പുറം തങ്ങൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ തങ്ങളെ വലിയ അർത്ഥത്തിൽ സ്വീകരിച്ചിട്ട് ഈ നാട്ടിൽ തങ്ങൾക്ക് സേഫ്റ്റി നൽകിയിരുന്നത്, സുരക്ഷിതത്വം നൽകിയിരുന്നത് പാലമടത്തിൽ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയാണ്. തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, തങ്ങളുടെ വസീർ, തങ്ങളുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്, തങ്ങളുടെ ഒരു മന്ത്രിയായിട്ട് പാലമടത്തിൽ കുഞ്ഞാലിയെ നമ്മൾ കാണുന്നുണ്ട്. പുതുപ്പറമ്പിൽ പാലമടത്തിൽ കുഞ്ഞാലി മമ്പുറം തങ്ങളോട് ഒപ്പം നിരന്തരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ചരിത്രം നമ്മൾ തങ്ങളുടെ ഒരു വസീറായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഈ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അദ്ദേഹത്തിന് തുർക്കുളം മുതൽ ഈ ഒരു മമ്പുറം വരെയുള്ള വലിയൊരു ലാൻഡ് മൊത്തം ഈ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടേതാണ്. തുർക്കുളം മുതൽ ചെമ്മാടടക്കം ഈ PSMO കോളേജ് ഭാഗങ്ങളൊക്കെ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടേതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കണ്ണൂരിൽ നിന്ന് വരുന്നു, ഒരു പുതുപ്പറമ്പിൽ പാലമടത്തിൽ മുഹീദ്ദീൻ. ഈ ഏരിയയുടെ വലിയൊരു ജന്മിയായിട്ട് അദ്ദേഹം താമസിക്കുന്നുണ്ട്. വലിയ സ്വാധീനമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഭാഗത്ത്. ആ ഒരു വഴിയിലാണ് നമുക്കറിയാം, ഇന്ന് തിരൂരങ്ങാടിയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കിഴക്കേപ്പള്ളി 1921 കാലഘട്ടത്തിൽ ആലി മുസ്ലിയാർ അവിടെ ദർസ് നടത്തിയിരുന്ന കിഴക്കേപ്പള്ളി, അനവധി പണ്ഡിതന്മാർ ദർസ് നടത്തിയ നമ്മുടെ വെളിപ്പാടകലയുള്ള പള്ളി. ഈ പള്ളി സ്ഥാപിക്കുന്നത് ഈ കണ്ണൂരിൽ നിന്നും വന്നിരുന്ന ഈ തറവാട്ടിലെ പാലമടത്തിൽ പുതുപ്പറമ്പിൽ തറവാട്ടിലെ മുഹീദ്ദീൻ എന്ന് പറയുന്ന ആളാണ്. വലിയൊരു ജന്മിയാണ് ഈ ദേശത്തിന്റെ മൊത്തം. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് പുതുപ്പറമ്പിൽ കുഞ്ഞാലി വരുന്നത്. മമ്പുറം തങ്ങൾ വരുമ്പോൾ മമ്പുറം തങ്ങളെ സ്വീകരിക്കുന്നത്, മമ്പുറം തങ്ങൾക്ക് ഈ നാട്ടിലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയാണ്. തങ്ങളുടെ ഒരു വസീർ, ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടുത്തെ ഓരോ കാര്യവും ചെയ്യുമ്പോൾ തങ്ങൾ ചോദിക്കും, കുഞ്ഞാലിയുടെ അഭിപ്രായം ചോദിക്കും, മുഷാവറ ചെയ്യും. അതനുസരിച്ചാണ് തങ്ങൾ ചെയ്യുക. ഈ നാട്ടിലെ ഒരു അമീറായിട്ട്, ഒരു ഉമറയായിട്ട് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയെ തങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ തങ്ങൾ നല്ല പോലെ ഉപയോഗിച്ചു. ഈ ഒരു ബന്ധം, ഇവിടെ ഭക്ഷണം, ആളുകൾ സന്ദർശനത്തിന് വരുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുന്നത് പോലും ഇവിടുത്തെ ജന്മിയായ പുതുപ്പറമ്പിൽ കുഞ്ഞാലി. അദ്ദേഹത്തിന്റെ വീട് പിന്നീട് പുതുപ്പറമ്പിലേക്ക് ഈ കുറ്റൂര് ഭാഗത്തേക്ക് മാറുന്നുണ്ട്. കുറ്റൂര് പാടം മുതൽ മമ്പുറം വരെയുള്ള വിശാലമായ ദേശത്ത് അദ്ദേഹത്തിന് വലിയ പാടമുണ്ടായിരുന്നു, കൃഷിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ നെല്ലറകൾ ഉണ്ടായിരുന്നു. അനവധി പേര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പണിയെടുത്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം മമ്പുറത്തേക്ക് വരുമ്പോൾ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുക, ധാരാളം തന്നെ കാണാൻ വന്ന ആളുകളുണ്ട്. നോക്കുമ്പോൾ വലിയ അരി കൊണ്ട്, നമുക്ക് പല പുസ്തകങ്ങളിലും കാണുന്ന ഒരു കഥയുണ്ട്, വലിയ അരിയിൽ കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയാണ് തങ്ങൾ കുടിക്കുന്നത്. പുതുപ്പറമ്പിൽ കുഞ്ഞാലി ഉടനെ തന്നെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം 3-4 ചാക്ക് അരി കൊണ്ടുവരുന്നു. അതിലൊരു ചാക്ക് നെല്ലുകുത്തരിയാണ്, കാരണം അദ്ദേഹം കർഷകനാണ്. ഈ അരി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നൽകുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം പുതുപ്പറം കുഞ്ഞാലി ഇവിടെ വന്നപ്പോൾ, വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ തങ്ങൾ വീണ്ടും കഴിക്കുന്നത് വലിയ അരി കൊണ്ടുള്ള കഞ്ഞി തന്നെയാണ്. തങ്ങളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പലരും വന്നു, ഞാൻ അവർക്ക് ദാനമായിട്ട് നൽകി. ഈ നാടിന്റെ, ഈ ഒരു പ്രദേശത്തിന്റെ തങ്ങളുടെ ദർബാറിൽ ഒരു മിനിസ്റ്ററായിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരാളായിട്ട് നമുക്ക് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയെ കാണാൻ സാധിക്കുന്നു. ഓരോ കാര്യത്തിലും തങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകിയിരുന്ന, തങ്ങൾക്ക് ഇവിടെ വഴികൾ തുറന്നു കൊടുത്തിരുന്ന ഒരു പുതുപ്പറമ്പിൽ കുഞ്ഞാലി. അദ്ദേഹത്തിന്റെ ഫാമിലി പിന്നെയും ആ ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട്. സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ വരുമ്പോൾ മകനുമായിട്ടും ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ അദ്ദേഹം ഇവിടുന്ന് അറേബ്യയിലേക്ക് പോയതിന് ശേഷം പുതുപ്പറമ്പിൽ കുഞ്ഞാലി മരിച്ചപ്പോൾ അറേബ്യയിൽ നിന്ന് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ മക്കൾക്ക് എഴുതിയ ഒരു കത്ത് ഇപ്പോഴും അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ പുതുപ്പറമ്പിൽ കുഞ്ഞാലി മരിച്ചപ്പോൾ തന്റെ മക്കൾക്ക് എഴുതിയ ഒരു കത്ത്, ഒരു അനുശോചനം, ഒരു സന്ദേശം. അത്രമാത്രം ഒരു അഭേദ്യമായ ബന്ധം. മമ്പുറത്തെ പഴയകാലത്തെ ഇവിടുത്തെ ഉറൂസ് പരിപാടികൾ നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തിൽ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകളായിരുന്നു. പണ്ട് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത് പോലെ വരവുണ്ടായിരുന്നു. വരവ് 7 തറവാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരവ് വന്നിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട തറവാടുകൾ ഒന്നായിരുന്നു പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ തറവാട്. താനാളൂർ ഭാഗത്തുള്ള വലിയ അധികാരികളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വരവ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങളുടെ ആ ഒരു കുടുംബ ചരിത്രത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രം നമുക്ക് മമ്പുറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ഓരോ ദേശത്തും ഇത്തരത്തിലുള്ള സ്വാധീനമുള്ള ആളുകളെ തങ്ങൾ ആദ്യമായിട്ട് അവരെ കണ്ട് സമീപിച്ച് അവരുടെ നിലപാടുകൾ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മലബാർ പൂർണ്ണാർത്ഥത്തിൽ തങ്ങളുടെ ഒരു സ്വാധീന വലയത്തിൽ വലിയ അർത്ഥത്തിൽ വരുന്നത്. ചാക്കേരി കുടുംബം നമുക്കറിയാം. വേങ്ങര ചാക്കേരി കുടുംബം അന്നത്തെ തങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ സെയ്ദ് ഹസൻ ജിഫ്രിയുടെ മകളെ മമ്പ്രം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പോലും അതിന് കാർമ്മികത്വം വഹിക്കാൻ ചാക്കേരി കുടുംബത്തിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം തങ്ങളുടെ വീട് എല്ലാ കാലഘട്ടത്തിലും അത് മേഞ്ഞിരുന്നത് ഈ ചാക്കേരി കുടുംബമാണ്. അന്നത്തെ ചാക്കേരി കുടുംബത്തിലെ അവറാൻ എന്ന് പറയുന്ന ചാക്കേരി അവറാൻ മമ്പ്രം തങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു. ഓരോ കാര്യങ്ങളും അദ്ദേഹത്തോട് ചർച്ച ചെയ്യുമായിരുന്നു. ആ ഒരു അദ്ദേഹത്തിന്റെ മകനാണ് മാപ്പിളക്കവിയായ ബദർകാവിന്റെ രചിച്ച ചാക്കേരി മൊയ്തീൻ കുട്ടി. ഈ അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് കടന്നു വരുന്നത്. ഓരോ ദേശത്തും ഇത്തരത്തിലുള്ള അനവധി ചരിത്രങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. വേങ്ങര മുതലമാട് ഒരു മണിപറമ്പത്ത് കുടുംബമുണ്ട്. ഇന്ന് വളരെ സാധാരണയായിട്ടുള്ളൊരു കുടുംബം. അവിടെ പോകുമ്പോൾ മമ്പ്രം തങ്ങൾ വന്നത്, അവിടെ ഇരുന്നത്, അത്തരത്തിലുള്ള ശേഷിപ്പുകളൊക്കെ വളരെ നല്ല നിലയിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം പരത്തി നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ ആ ദേശം മൊത്തം ഒരു കാലഘട്ടത്തിൽ അവരുടെ കീഴിലായിരുന്നു. ആ ഏരിയയുടെ വലിയൊരു ജന്മി, ഒരു പ്രമാണിയായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. മമ്പ്രം തങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നു. ആ ദേശത്ത് മൊത്തം തങ്ങൾക്ക് സ്വാധീനമുണ്ടാകുന്നു. കൂട്ടിലങ്ങാടി പെരിങ്ങോട്ടുപുലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഴയടത്ത് തറവാടുണ്ട്. മമ്പ്രം തങ്ങളുടെ ധാരാളം ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെയുണ്ട്. കൂട്ടിലങ്ങാടി പെരിങ്ങോട്ടുപുലം. ഇന്ന് പോയാലും മമ്പ്രം തങ്ങൾ കുറ്റിയടിച്ച് എന്ന് പറയപ്പെടുന്ന വീട് അവർ അതേപോലെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആ ഒരു പഴയ ജന്മിയുടെ വീടിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നു. അവിടുത്തെ നെല്ലറകൾ അന്വേഷിക്കുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ ആ ഏരിയയിലെ വിശാലമായ ലാൻഡ് ലോഡ്സ് ആയിരുന്നു അവര്. ഓരോ ദേശത്തും ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ. അയ്യായ ഭാഗത്ത്, തിരൂർ പെരിഞ്ചേരി ഭാഗത്ത്, തലക്കടുത്തൂർ പള്ളി നിൽക്കുന്ന ഭാഗത്ത്, ഇങ്ങനെ അനവധി ദേശങ്ങൾ. ഈ ഒരു അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുത, ഈ ഒരു നാടിനെ നിർമ്മിക്കുന്നതിൽ മമ്പ്രം തങ്ങൾ സ്വീകരിച്ച ഒരു രീതി, ഏറ്റവും ആദ്യമായിട്ട് തങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതി, ആ ദേശത്തെ ഉമറാക്കളെ പോയിട്ട് സ്വാധീനിക്കുകയും അവരെ സംസ്കരിച്ചുകൊണ്ട് ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തുകയും അവരുടെ സ്വാധീനവും അവരുടെ പവറും ഒരു നാടിനെ ഇസ്ലാമികമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ ഭാഗത്ത് രണ്ടാമതായിട്ട് തങ്ങൾ ചെയ്യുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള നിർമ്മിതിയാണ്. ഓരോ ദേശത്തെയും മതപരമായിട്ട് സാംസ്കാരികമായിട്ട് നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ടും ഒന്ന് പള്ളി നിർമ്മാണമാണ് തങ്ങൾ ആശ്രയിക്കുന്നത്. കാരണം ഓരോ ഭാഗത്തും ഇത്തരത്തിലുള്ള സ്വാധീനം ലഭിക്കുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ദേശങ്ങളിൽ തങ്ങൾ പള്ളി പണിയുന്നു. രണ്ടാമതായിട്ട് ആ ദേശത്തുണ്ടായിരുന്ന പഴയകാല സൂഫികളെ, തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന മറ്റൊന്ന്, ഓരോ ദേശത്ത് പോകുമ്പോഴും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സൂഫികളുടെ മക്കബറുകൾ തങ്ങൾ സന്ദർശിക്കും. തങ്ങൾ നിരന്തരമായിട്ട് പൊന്നാനിയിലേക്ക് സന്ദർശനത്തിന് പോകുന്നുണ്ട്. കോഴിക്കോട് അവിടുത്തെ അപ്പവാണിപ്പ നേർച്ച നടക്കുന്ന മക്കാമിലേക്ക് തങ്ങൾ നിരന്തരമായിട്ട് സന്ദർശനത്തിന് പോകുന്നുണ്ട്. മലബാറിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പല മക്കാമുകളിലും തങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ നിലനിന്നിരുന്ന ഒരു സാമൂഹികമായ പരിസരത്തെ അംഗീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സൂഫി സാന്നിധ്യത്തെ, ഇവിടുത്തെ ലീഡേഴ്സിനെ മാനിച്ചുകൊണ്ടും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ശരിക്കും മമ്പ്രം തങ്ങളുടെ ഒരു സാമൂഹിക ഒരു സ്വാധീനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ധാരാളം മക്കാമുകൾ പുത്തനങ്ങാടിയിൽ, തിരൂരങ്ങാടിയിൽ ഓടക്കൽ അലിയാസ് മുസ്ലിയാർ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മക്കബറം തങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. പയ്യനങ്ങാട് പള്ളിയിലെ ഐദ്രോസി തങ്ങന്മാരെ, അയ്യായയിലെ വെള്ളച്ചാലിൽ ജാറം പോലെയുള്ളതൊക്കെ മമ്പ്രം തങ്ങൾ സന്ദർശിച്ചിരുന്നു. അതോടുകൂടിയിട്ട് അവർക്ക് സമൂഹത്തിൽ വലിയ അർത്ഥത്തിലുള്ള സ്വാധീനവും ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു തലം, ഇവിടെ ഉണ്ടായിരുന്ന ഉലമയെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഖ്ദൂമിമാര്, അവരുടെ കുടുംബങ്ങൾ മലബാറിന്റെ ഉൾദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അവരെയൊക്കെ തങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ലീഡർഷിപ്പിനെ തങ്ങൾ മാനിക്കുന്നുണ്ട്. പക്ഷേ ഒരു കരിഷ്മാറ്റിക് ഫിഗറായിട്ട് മമ്പ്രം തങ്ങളുടെ ഒരു സ്വാധീന വലയം ഇവിടെ സജീവമായിട്ട് വരുമ്പോൾ ഓരോ ഇവിടുത്തെ ഉലമാക്കൾ പോലും ഒരു പൊതു ലീഡർഷിപ്പായിട്ട് മമ്പ്രം തങ്ങളെ അംഗീകരിക്കുന്ന ഒരു ചരിത്രം, ഒരു ചിത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അന്നിവിടെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊന്നാനിയിൽ നിന്ന് മലബാറിന്റെ ഉൾദേശങ്ങളിലേക്ക് സഞ്ചരിച്ച വ്യത്യസ്ത മഖ്ദൂമി കുടുംബത്തിലെ ഉലമാക്കളുണ്ട്. തിരൂരങ്ങാടി പള്ളിയിൽ പോലും ജമാലുദ്ദീൻ മഖ്ദൂമിയെ പോലെയുള്ള സ്കോളേഴ്സ് ഉണ്ട്.
അതിലൊക്കെ അപ്പുറം ഉമർ ഖാദിയെ പോലെയുള്ള, പയ്യനാട് ബൈത്താൻ മുസ്ലിയാരെ പോലെയുള്ള, ഔക്കോയ മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇവരൊക്കെ മമ്പ്രന്തങ്ങളുടെ ഒരു ആത്മീയ ശിഷ്യന്മാരായിട്ട് മാറുന്നു. മമ്പ്രന്തങ്ങൾ ഒരു പൊതു ലീഡറായിട്ട് ഇവിടുത്തെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള ഒരു സ്വീകാര്യത മമ്പ്രന്തങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. വളരെ രസകരമായിട്ട് തോന്നിയത് കുഴിപ്പുറം ഭാഗത്ത് നമ്മൾ ഇന്നും സന്ദർശിച്ചാൽ 2 പള്ളികൾ കാണാൻ പറ്റും. കുഴിപ്പുറത്ത് ജുമുഅ നടക്കുന്ന 2 പള്ളികൾ തൊട്ടപ്പുറത്ത് നിലനിൽക്കുന്നു. അന്ന് അവിടെ ഒരു പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടുത്തെ ജന്മികൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കാരണന്മാർക്കിടയിൽ അവർക്കിടയിൽ മറ്റൊരു ആരോപണം വന്നു. അവിടുത്തെ അന്നത്തെ ഖാദി, അദ്ദേഹം ഖാദിയാവാൻ യോഗ്യനല്ല, ഒരു മഖ്ദൂമി ഖാദിയായിരുന്നു, ഖാദിയാവാൻ യോഗ്യനല്ല എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു. ഉടനെ തന്നെ അവർ വരുന്നത് മമ്പ്രത്തേക്കാണ്. മമ്പ്രത്ത് വന്ന് തങ്ങളോട് പറഞ്ഞു, തങ്ങൾ അദ്ദേഹത്തെ തിരൂരങ്ങാടി പള്ളിയിലേക്ക് ഖുതുബോദാൻ ക്ഷണിക്കുന്നുണ്ട്. കുഴിപ്പുറത്ത് നിന്ന് മഖ്ദൂമി പണ്ഡിതൻ തിരൂരങ്ങാടി പള്ളിയിൽ വന്ന് ഒരു വെള്ളിയാഴ്ച ഖുതുബ ഓതിയതിന് ശേഷം മമ്പ്രതങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒരു മഹല്ലിലല്ല, ഇദ്ദേഹത്തെ 40 മഹല്ലിൽ ഖാദിയാക്കാൻ യോഗ്യനാണ് എന്ന്. അതോടുകൂടി പ്രശ്നം ചെറിയ അർത്ഥത്തിൽ അവസാനിക്കുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം, മഖ്ദൂമി ഖാദിമാർ മറ്റത്തൂർ ഖാദിമാരായിട്ട് വരുന്ന 40ഓളം മഹല്ലുകളുടെ ഖാദിമാരായിട്ട് വരുന്ന മറ്റത്തൂർ കുഞ്ഞാമത് മുസ്ലിയാരെ പോലെ, മലപ്പുറം ഖാദിയായിരുന്ന കുഞ്ഞാമത് മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭർ ഈ ഒരു ഫാമിലിയിൽ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം വീണ്ടും വന്നപ്പോൾ മമ്പ്രന്തങ്ങൾ മരിക്കുന്നു. അതിനുശേഷം സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളെ ഈ 2 പള്ളി അവിടെ രൂപപ്പെട്ട് വന്നപ്പോൾ ഇതിനെ എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്ന പരിഹാരം ചോദിച്ചുകൊണ്ട് മമ്പ്രന്തങ്ങൾ മരിച്ചപ്പോൾ ഫസൽ തങ്ങളുടെ അടുത്തേക്കാണ് പിന്നീട് ഈ കുഴിപ്പുറത്തുകാർ വരുന്നത്. സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ജുമാ നിസ്കരിക്കുക, അടുത്ത വെള്ളിയാഴ്ച അടുത്ത പള്ളിയിൽ ജുമാ നിസ്കരിക്കുക. ഇന്നും നമ്മൾ കുഴപ്പുറത്ത് പോയാൽ അവിടെ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയിലും അടുത്ത വെള്ളിയാഴ്ച അടുത്ത പള്ളിയിലുമാണ് ജുമാ നിസ്കരിക്കുന്നത്. മമ്പ്രന്തങ്ങളുടെ തീരുമാനം ഇന്നും ലൈവായിട്ട് മലബാറിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ചരിത്രത്തിന്റെ ഓരോ തീരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മമ്പ്രന്തങ്ങൾ ശേഷിപ്പുകളിലൂടെ, ഓർമ്മകളിലൂടെ, ചരിത്രങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ നയനിലപാടുകളിലൂടെ, കഴിഞ്ഞ 200 വർഷത്തെ മലബാറിനെ രൂപീകരിച്ച നമ്മുടെ നയനിലപാടുകളിലൂടെ, ചേർന്ന നിൽപ്പിലൂടെ മമ്പ്രന്തങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്ക് ബോധ്യമാകുന്നു. ഈ ഒരു മേഖലയിൽ ഇനിയും കൂടുതൽ ചരിത്രാന്വേഷണങ്ങളുടെ, ആഴത്തിലുള്ള വായനകളുടെ, നേരത്തെ നിർമ്മിച്ചു വെച്ച പുസ്തകങ്ങൾക്കും പഠനങ്ങൾക്കും കൊളോണിയൽ റെക്കോർഡ്സിനും അപ്പുറം സമൂഹത്തിലേക്ക് ഇറങ്ങി മമ്പ്രന്തങ്ങളെ അന്വേഷിക്കേണ്ടതിൻ്റെ, അത്തരം ഓർമ്മകളെ ഇനിയും സമൂഹത്തിലേക്ക് നിരന്തരം എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.